ഒരാളായ മോഹൻലാലും യുവ സംവിധായകനായ തരുൺമൂർത്തിയും ഒന്നിക്കുന്ന പുതിയ ചിത്രം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശക്തമായ കഥകളും യാഥാർത്ഥ്യ ബോധ്യമുള്ള അവതരണം കൊണ്ട് ശ്രദ്ധ നേടിയ സംവിധായകനാണ് തരുൺമൂർത്തി. അദ്ദേഹം മോഹൻലാൽ ഒരുമിക്കുന്ന ഒരു പുതിയ പ്രൊജക്ട് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ സിനിമാ ലോകവും വളരെ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം പറയുന്നത് വെച്ചാൽ മോഹൻലാലിന്റെ 366ാമത്തെ ചിത്രമായ ഈ ചിത്രം ഇപ്പോൾ താൽക്കാലികമായി L366 എന്ന് പേരിട്ടിരിക്കുകയാണ്. ഈ ചിത്രം തികച്ചും ഒരു റിയലിസ്റ്റിക് അവതരണമുള്ള പോലീസ് ഡ്രാമ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ലൗലജൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം വളരെ ഒരു ശക്തമായ ഒരു കഥാപാത്രമാണെന്നാണ് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ വീണ്ടും പോലീസ് യൂണിഫോമിലെത്തുന്ന സിനിമയായതിനാൽ ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രം കാത്തിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ പേര് TS ലൗലജൻ എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രധാന അഭിനേതാക്കളെ വരുന്ന നായികയായി മീര ജാസ്മിൻ, മനോജ് ജയൻ, ജഗദീഷ്, ഇർഷാദ് അലി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. ഇവിടെ അഭിനയവും ശക്തമായ കഥയും ചേർന്നാൽ ചിത്രം വലിയ വിജയമാകുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്ക്. വൈറലായ മോഹൻലാലിന്റെ ലുക്ക്, സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള മോഹൻലാലിന്റെ പുതിയ ലുക്ക് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പഴയകാല മാസ് കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മീശയും ഗംഭീരമായ സ്റ്റൈലുമാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. പലരും ഈ ലുക്ക് ദേവാസുരം, നരസിംഹം പോലുള്ള മലയാളത്തിന്റെ ക്ലാസിക് സിനിമകളെ ഓർമ്മിപ്പിക്കുന്നതായി അഭിപ്രായപ്പെടുന്നു. ചിത്രം 2026 പൂജ സീസൺ റിലീസ് ചെയ്യുമെന്നാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിട്ട് ഇരിക്കുന്നത്. മികച്ച കഥയും ശക്തമായ അഭിനേതാക്കളുള്ള ഈ ചിത്രം മലയാള സിനിമയിലെ വലിയ ഹിറ്റുകൾ ഒന്നാകുമെന്ന് പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മോഹൻലാലും തരുൺമൂർത്തിയും ഒന്നിക്കുന്ന ഈ പുതിയ സിനിമ ശക്തമായ കഥയുള്ള പോലീസ് ഡ്രാമ ആയിരിക്കുമെന്നാണ് സൂചന. മികച്ച ടീമും മാസ് ലുക്കുമാണ് മോഹൻലാലിന് ഏറെ ഇതിൽ പ്രസക്തി കൊടുക്കുന്നത്. അതിനാൽ തന്നെ മലയാള സിനിമയിൽ ഏറെ പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഒന്നായി ഇത് മാറുമെന്നായിരിക്കും ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം 3 ആരാധകർ കാത്തിരിക്കുന്ന ജോർജ് കുട്ടിയുടെ പുതിയ കഥ. മലയാള സിനിമയിൽ ഏറ്റവും വിജയകരമായ ത്രില്ലർ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ദൃശ്യം. ആദ്യ ഭാഗം പുറത്തിറങ്ങുമ്പോൾ മുതൽ തന്നെ ഈ സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇപ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ദൃശ്യം 3 എന്ന 3ാം ഭാഗത്തിനായി. ഈ ചിത്രത്തിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി മോഹൻലാൽ തന്റെ ഐക്കോണിക് കഥാപാത്രമായ ജോർജ് കുട്ടിയായി വീണ്ടും തിരികെത്തുകയാണ്. സിനിമ സംവിധാനിച്ചതെന്ന പ്രശസ്ത സംവിധായകനായ ജിത്തു ജോസഫാണ്. 2013 പുറത്തിറങ്ങിയ ആദ്യ ഭാഗമായ ദൃശ്യം മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയ ഒരു ത്രില്ലർ സിനിമയായി മാറി. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എങ്ങനെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രധാന ആശയം. ജോർജ് കുട്ടി എന്ന കഥാപാത്രം തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരുക്കിയ പദ്ധതികളും അതിന്റെ ബുദ്ധിയും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. ഈ കഥയുടെ ശക്തിയും സസ്പെൻസും കാരണം സിനിമ ഇന്ത്യയിലെ പല ഭാഷകളിലും റീമേക്ക് ചെയ്യപ്പെട്ടു. വിദേശ രാജ്യങ്ങളുടെ ഭാഷയിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു. 2001 പുറത്തിറങ്ങിയ ദൃശ്യം 2 ആദ്യ ഭാഗത്തിന്റെ കഥ തുടരുകയും വീണ്ടും വലിയ വിജയമായി മാറുകയും ചെയ്തു. രണ്ടാം ഭാഗത്തിന്റെ അവസാനം കഥയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതോടെ 3ാം ഭാഗത്തിലുള്ള സാധ്യതകൾ തുറന്നു കൊടുത്തു. ദൃശ്യം 3 കഥ എന്തായിരിക്കുമെന്നാണ് എല്ലാവർക്കും പ്രതീക്ഷ. ദൃശ്യം 3 മുൻ 2 ഭാഗങ്ങളിലെ സംഭവങ്ങളുടെ തുടർച്ചയായിരിക്കും. ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയിൽ കുടുങ്ങുന്ന സാഹചര്യം സിനിമയിൽ കാണാനാകുമെന്നാണ് സൂചന. മുൻ സിനിമകളിൽ പോലെ തന്നെ ഈ ഭാഗത്തിലും സസ്പെൻസ്, ബുദ്ധിപരമായ പ്ലാനിംഗ്, അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ എന്നിവ പ്രധാനമായിരിക്കും. ജോർജ് കുട്ടിയുടെ പഴയ രഹസ്യങ്ങൾ വീണ്ടും പുറത്തു വരുമോ എന്ന ചോദ്യമാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയിലാക്കുന്നത്. ദൃശ്യം 3നോടുള്ള പ്രതീക്ഷ ഇപ്രകാരമാണ്. ദൃശ്യം സീരീസ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ത്രില്ലർ കഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 പുറത്തിറങ്ങുമ്പോൾ അത് വലിയ സിനിമ ഇവന്റ് ആയിരിക്കും. ജോർജ് കുട്ടി വീണ്ടും തന്റെ ബുദ്ധിയും ധൈര്യവും ഉപയോഗിച്ച് പുതിയ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടും എന്നത് അറിയാൻ ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുകയാണ്. ദൃശ്യം 3 മലയാള സിനിമയിൽ ഏറെ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ്. ശക്തമായ കഥയും മികച്ച അഭിനേതാക്കളും ചേർന്നാൽ ഈ സിനിമയുടെ മുൻ ഭാഗങ്ങളെ പോലെ തന്നെ വലിയ വിജയമാകും എന്ന വിശ്വാസമാണ് സിനിമാ പ്രേമികൾക്ക്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കുമായി ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.